ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് തരിക. ഞാൻ ഇന്ന് വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നെൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ഇന്നൊരു വാർത്ത കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. നമ്മുടെ രമേശ് നാരായണനും അതേപോലെ തന്നെ ആസിഫ് അലീനും ഉള്ളൊരു വീഡിയോ നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ കലാകാരന്മാർക്ക് ആദ്യം വേണ്ടത് നല്ലൊരു മനസ്സാണ്, അല്ലേ? എല്ലാവരും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് വേണം. സംഗീതം എന്ന് പറയാന്ന് വെച്ചാൽ ഈശ്വരാധീനം തന്നെയാണ്. അതിൽ തർക്കങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കൂടാതെ നമ്മുടെ സഹജീവികളോടും നല്ലൊരു പെരുമാറ്റം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. എന്ത് വന്നാലും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും വീഡിയോയിൽ നമ്മുടെ അവാർഡ് സ്വീകരിച്ചിട്ട് ഒരു പ്രത്യേക മൈൻഡ് ഇല്ലാത്ത പോലെയാണ് തോന്നിയത്, അല്ലേ? ആസിഫ് അലിനോടൊരു എന്താ പറയുക, ഒരു ലെവലേഷൻ മൈൻഡ് ഇല്ലാത്ത പോലെ തോന്നി. എന്താ പറയുക, ഒരു ഗൗനിച്ചിട്ടില്ല. ആസിഫ് അലി കൂളായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കലാകാരന്മാരൊക്കെ നമ്മളെ എന്താ ചെയ്യുക, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരോടൊരു നല്ലൊരു രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ വേണ്ടേ? അതല്ലേ ഇനി ശരി. എന്നിട്ട് അവർ ജയരാജേട്ടന് ജയരാജനെ തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവർ തിരിച്ചു വാങ്ങി. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അവസാനം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ കലാകാരന്മാരൊക്കെ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ നമ്മളെ വളർത്തിയതും നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്തതും ഇതേപോലെ തന്നെ നമ്മുടെ സാധാരണക്കാരും അതേപോലെ തന്നെ ഇതിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളെ എന്താ എല്ലാവരും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മളെ അടുത്തുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക. ആസിഫ് അലി ആ സിറ്റുവേഷനിൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാക്കിയില്ല. വേറെ ആൾക്കാരാണെങ്കിലും അതാണ് കലാകാരൻ തമ്മിൽ വ്യത്യാസം. എനിക്ക് തോന്നിയ കാര്യം അതാണ്. എന്ന് വെച്ചാൽ ആസിഫ് അലി അവിടെ ഒരു കാര്യം പ്രതികരിച്ചിട്ടോ ഒന്നുമില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ടിട്ടാണ് നിന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ കലാകാരന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സപ്പോർട്ട് അലി ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ആസിഫ് അലീനെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് നല്ലൊരു മനസ്സാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ഓക്കെ, വളരെ സന്തോഷം. എന്തായാലും വേറെ വിഷയങ്ങളോ ഒന്നിലേക്കും പോവാതെ ആ ചിരിച്ചുകൊണ്ട് നിന്നു. നല്ലൊരു മനുഷ്യൻ്റെ ഉടമയാണ്, നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ആസിഫ് അലി. ഓക്കെ, അപ്പോൾ ഈ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. സന്തോഷം.